ആരോഗ്യവകുപ്പിനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുന്നു ഡോക്ടർ ഹാരിസ് ഹസൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്ന വെളിപ്പെടുത്തലിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടും നിലപാടിൽ മാറ്റമില്ല. വീണ്ടും പരസ്യ പ്രതികരണം നടത്തിയതോടെ ആരോഗ്യവകുപ്പ് കടുത്ത അതൃപ്തിയിലാണ്. വിശദീകരണം ലഭിച്ചാൽ ഉടൻ തുടർ നടപടികളിലേക്ക് കടക്കും. അതേസമയം തനിക്കെതിരായ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വ്യാജമാണെന്നും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നുമാണ് ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം. സലിം മാലിക് ആ വാർത്തയിൽ വിവരിച്ചിരുന്നു. സലിം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡോക്ടർ ഹാരിസ് ഹസൻ അത് പറയുന്നത് രാവിലെ മുതൽ രാത്രി വരെ, ഞായറാഴ്ചകളെന്നോ ശനിയാഴ്ചകളെന്നോ ഇല്ലാതെ, അവധി ദിവസങ്ങളില്ലാതെ രോഗികൾക്കൊപ്പം നിന്ന ആത്മാർത്ഥതയുള്ള ഒരു ആതുര സേവകൻ, ഡോക്ടർ എന്നുള്ള നിലയ്ക്കുള്ള ആർജവത്തിലാണത് പറയുന്നത്. അത് തന്നെയാവണം സത്യവും. ബാക്കി കാര്യങ്ങളൊക്കെ വ്യാജമായി കെട്ടിച്ചമച്ചതാണെന്ന് ഡോക്ടർ തുറന്നടിക്കുന്നത് ഏതു രീതിയിലാണ് ആരോഗ്യവകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നത്? ഹാരിസിന് പുറത്തേക്ക് വാതിൽ തുറക്കലാണോ ഈ പറയുന്ന കാരണം കാണിക്കലിൻ്റെയൊക്കെ അർത്ഥം, സലീം? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ഹസനെതിരെ നടപടി സ്വീകരിക്കണം എന്ന ഒരു നിലപാട് ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പിനുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഡോക്ടർ ഹാരിസ് ഹസന് വലിയ പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ആ തീരുമാനത്തിൽ നിന്നും സർക്കാർ പുറകോട്ട് പോയത്. പക്ഷേ അതിനുശേഷം ആ വാർത്തകൾ പൊതുസമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷമായതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കാരണം കാണിക്കൽ നോട്ടീസ് ഡോക്ടർ ഹാരിസ് ഹസനെ തേടിയെത്തുന്നത്. അത് കൃത്യമായ രാഷ്ട്രീയ പകപോക്കലും ഒപ്പം തന്നെ ഈ കാര്യങ്ങളിൽ വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ പകയുമാണ് സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ് ഇടതുപക്ഷ അനുഭാവി കൂടിയായ ഡോക്ടർ ഹാരിസ് ഹസൻ തന്നെ പറയുകയും ചെയ്യുന്നത്. വീണ്ടും ഹാരിസ് ഹസൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുറന്നു പറച്ചിലുകൾ നടത്തുന്നതോടുകൂടി ആരോഗ്യവകുപ്പ് വലിയ പ്രതിരോധത്തിലാണ്. കാരണം ഇത്തരത്തിലൊരു കാരണം കാണിക്കൽ നോട്ടീസ് ലഭിക്കുകയാണെങ്കിൽ അതിനുശേഷം ഹാരിസ് ഡോക്ടർ മിണ്ടാതിരിക്കും എന്നുള്ളതായിരുന്നു ആരോഗ്യവകുപ്പിന്റെ ഒരു നിഗമനം. പക്ഷെ അത് തെറ്റുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം തന്നെ കൂടുതൽ തെളിവുകൾ താൻ പുറത്തുവിടും എന്ന് മാത്രമല്ല, ഇപ്പോഴും ഈ നിലയിൽ ശസ്ത്രക്രിയാ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. മാത്രമല്ല, വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വ്യാജം എന്നുകൂടി പറയുന്നുണ്ട്. കാരണം വിദഗ്ധ സമിതിയിൽ താൻ മൂലം ശസ്ത്രക്രിയ മുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏത് നിലയിലാണെന്ന് തെളിയിക്കാനുള്ള വെല്ലുവിളി കൂടിയാണ് ഡോക്ടർ നടത്തുന്നത്. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു പൊതുസമൂഹത്തിൽ നിന്നുള്ള പിന്തുണ കൂടി ഡോക്ടർ തേടിയെത്തുന്നുണ്ട്. കാരണം ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തിന്റെ വീടിന് മുൻപിലാണ് നിൽക്കുന്നത്. വീണ്ടും പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ഡോക്ടർ എന്നുള്ള നിലയിൽ കൂടിയാണ് അക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ ഒരു തീരുമാനം. എന്തായാലും ഈ വിശദീകരണം വിശദമായി തന്നെ നൽകും എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ഏതെങ്കിലും നിലയിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ നടപടിക്ക് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്യും. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തുറന്നു പറച്ചിൽ നടത്തിയ ആ ദിവസം തന്നെ ഇത്തരത്തിലൊരു വകുപ്പ് തല നടപടിക്കൊരു തീരുമാനം ഉണ്ടായതാണ്. പിന്നാലെയാണ് അത് സർക്കാരിന് ദോഷമായി ബാധിക്കും എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറെ അനുമോദിച്ചുകൊണ്ട് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നൽകിയതിന് അനുമോദനം നൽകിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനകളൊക്കെ വന്നത്. അതിന് പിന്നാലെ തന്നെ വലിയ വിമർശനം സർക്കാരിന് നേരെ ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, ആ വിഷയത്തിൽ ഡോക്ടർ പറഞ്ഞ വിഷയം സത്യമാണ് എന്ന് പിന്നാലെ തെളിഞ്ഞതുമാണ്. കാരണം അതിനുശേഷം വളരെ വേഗത്തിൽ ഇടപെടലുകൾ നടത്തുന്നു. അല്ല സലീം, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഹസന്റെ വാർത്ത വരുമ്പോൾ എത്ര പേരാണെന്നറിയോ നമുക്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് ഒക്കെ അയക്കുന്നത്? ഈ ഡോക്ടർ രോഗികൾക്ക് വേണ്ടി നിരന്തരം നിൽക്കുന്ന മനുഷ്യനാണെന്നും ഒരു യഥാർത്ഥ ഡോക്ടറാണെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ മനഃപൂർവ്വം ശസ്ത്രക്രിയ മുടക്കി എന്ന് പറഞ്ഞാൽ നട്ടാൽ കുരുക്കാത്ത നുണയാണെന്നും അത് ഡോക്ടറെ വ്യാജമായി ഉപദ്രവിക്കാൻ പറയുന്ന ഒരു വ്യാജ ആരോപണമാണെന്നും ഈ രോഗികളൊക്കെ പറയുന്നേ. അദ്ദേഹത്തിന് ഈ ഡോക്ടർ ഹാരിസ് ഹസൻ നേരിട്ട് ഇടപെട്ട സകല രോഗികളത് പറയും. സലീം, എന്തിനുള്ള പുറപ്പാടാണ് ഒരു നല്ല ഡോക്ടറെ, ആരോഗ്യ മേഖലയ്ക്ക് നട്ടലായി നിൽക്കുന്ന, അതിനുവേണ്ടി സ്വന്തം ജീവിതം തന്നെ പൂർണ്ണമായി സമർപ്പിച്ച ഒരു ഡോക്ടറെ ഉപദ്രവിച്ചുകൊണ്ട് ആർക്കെന്ത് നേട്ടം സലീം? കാശ്മീർ ഉറപ്പായും. കാരണം ഈ വാർത്ത വന്നതിൻ്റെ ആ ദിവസം ഈ വീട്ടിലേക്ക് ആദ്യം എത്തിയ റിപ്പോർട്ടർമാരിൽ ഒരാളാണ് ഞാൻ. അന്ന് ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് വിഷയം എന്നറിയാൻ ഇവിടുത്തെ നാട്ടുകാരിൽ ചിലരും ചില ഓട്ടോ ഡ്രൈവർമാരും ഒക്കെ നമ്മളെ സമീപിച്ചിരുന്നു. അന്ന് തന്നെ അവർ തന്നെ പറഞ്ഞിരുന്നു, ഈ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അന്ന് ഈ വാർത്ത ഡെവലപ്പ് ചെയ്തിട്ടില്ല, ഇത്തരത്തിലൊരു ആരോപണം മാത്രമാണ് നിൽക്കുന്നത്. ആ സമയത്ത് ആ ഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ ആളുകൾ പറഞ്ഞിരുന്നു, ഈ ഡോക്ടർ വളരെ നല്ല ഡോക്ടറാണ്, നല്ല മനുഷ്യനാണ് എന്നുള്ളത്. അതിനുശേഷം ആശുപത്രിയിൽ തിരക്കിയപ്പോഴും അത് അറിഞ്ഞതാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ അതിൻ്റെ പരമാവധിയിൽ സഹിക്കാവുന്നതിൻ്റെ പരമാവധി വരെ ക്ഷമിച്ചതിന് ശേഷം ശേഷമാണ് നിവർത്തിയില്ലാതെ രോഗികളോടുള്ള പ്രതിബദ്ധത ഒന്നുകൊണ്ട് മാത്രം ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നത്. അതിനു പിന്നാലെ തന്നെ സർക്കാർ ആ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ നടപടിയെടുക്കാഞ്ഞതുപോലും ഡോക്ടർ ഹാരിസ് ഹസന്റെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. മാത്രമല്ല, ആ ആത്മാർത്ഥതയ്ക്കും അപ്പുറത്തേക്ക് ഹാരിസ് ഹസന് കിട്ടുന്ന പിന്തുണയും സർക്കാരിനെ നടപടിയെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചതുമാണ്. അതിനുശേഷമാണ് ഈ വാർത്ത പതിയെ മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സമയത്ത്, ഇക്കാര്യങ്ങളിൽ ജനങ്ങളെ ശ്രദ്ധ മാറുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കാരണം കാണിക്കൽ നോട്ടീസ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മുൻപ് ചെയ്ത സർക്കാരിനോടൊന്തോ വലിയ പാതകം ചെയ്തു, അതിൽ നടപടിയെടുക്കുന്നു എന്നുള്ള നിലയിലാണ് സർക്കാർ ഈ വിഷയത്തെ സ്വീകരിച്ചത്. പക്ഷേ വീണ്ടും ആ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയാണ്, ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി ചർച്ചയാവുകയാണ് എന്നുള്ളതാണ് ഈ നടപടി, കാരണം കാണിക്കൽ നോട്ടീസ് കൊണ്ട് നിലവിലുണ്ടായിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. എന്തായാലും ഡോക്ടർ ഹാരിസ് ഹസൻ ഉറച്ചു തന്നെയാണ്. വീണ്ടും നിലപാടിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ടില്ല. എന്ത് നടപടി വന്നാലും സ്വീകരിക്കും എന്നുള്ള നിലപാടാണ് ഡോക്ടർ ഹാരിസ് ഹസന്റേത്. ഹാഷ്മി.
ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ തുറന്നു പറച്ചിലെ ആർജവത്തിൻ്റെ ഒക്കെ എന്താണ് അടിത്തറ. അദ്ദേഹം ജോലിയോട് കാണിക്കുന്ന ഇൻറ്റഗ്രിറ്റിയാണ്, ജോലിയോട് കാണിക്കുന്ന കലർപ്പില്ലാത്ത സ്നേഹമാണ്, രോഗികളോട് കാണിക്കുന്ന നിറഞ്ഞ സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർക്ക് അങ്ങനെ തുറന്നു പറയാൻ കഴിയുന്നത്. വെറുതെ അദ്ദേഹത്തെ ഉപദ്രവിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൻ്റെ 10 ഇരട്ടി ശമ്പളത്തിന് ജോലി കൊടുക്കാൻ സ്വകാര്യ ആശുപത്രികൾ ക്യൂ നിൽക്കുന്നുണ്ട്. അവിടെ പുറത്തേക്ക് ഇറക്കി വിട്ട് ആരോഗ്യ മേഖലയ്ക്ക് ഈ പാവം രോഗികൾക്ക് നഷ്ടം ഉണ്ടാക്കണോ എന്ന കാര്യം ഈ നോട്ടീസ് കൊടുക്കുന്ന ബുദ്ധികൾ ആലോചിക്കട്ടെ, അല്ലേ? അത് മാത്രമല്ല, അദ്ദേഹം ഇനി മിണ്ടില്ല എന്നൊരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ തെറ്റിയിരിക്കുന്നത്. നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഡോക്ടർ ഹാരിസ് ഹസൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.